ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറുടെ തടങ്കൽ പാളയത്തിൽ നിന്നും ഒരു ആൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ പടയാളികൾ അവനെ പിടികൂടും. അവർ അവന് ഒരു ശിക്ഷ വിധിക്കും. ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ തടവറയിലുള്ള എല്ലാവരും നോക്കി നിൽക്കെ അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. എന്തിനാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്? കാരണം ഇനി ഒരാൾ പോലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഈ ബാലനെ തൂക്കിലേറ്റുന്ന ദിവസമെത്തി. അവൻ്റെ കഴുത്തിൽ തൂക്കുകയറിട്ടു, അവനെ തൂക്കിലേറ്റി. പക്ഷെ ഇവൻ മെലിഞ്ഞ ഭാരം കുറഞ്ഞ ഒരു ആൺകുട്ടിയായതുകൊണ്ട് മിനിറ്റുകളോളം ഇവൻ ആ തൂക്കുകയറിൽ കിടന്ന് മരണവേദന അനുഭവിച്ചു. അവൻ കൈയും കാലുമിട്ട് അടിക്കാൻ തുടങ്ങി. ഇത് കണ്ടു നിന്ന തടവ് പുള്ളികൾ പലരും മുഖം മറച്ചു താഴേക്ക് നോക്കി. വേദന സഹിക്കാൻ പറ്റാതെ ഒരാൾ ഉറക്കെ ഒരു ചോദ്യം ചോദിച്ചു: ഈ ആൺകുട്ടി ഇങ്ങനെ വേദന അനുഭവിക്കുമ്പോൾ ദൈവം എവിടെ പോയി ഒളിച്ചു? ഈ ചോദ്യം കേട്ട് ഇയാളുടെ അടുത്തുണ്ടായിരുന്ന എഴുത്തുകാരനായ ഏലി വീസലിൻ്റെ ഉള്ളിൽ ഒരു ഉത്തരം വന്നു. ഈ ആൺകുട്ടിയോടൊപ്പം ദൈവവും തൂക്കുകയറിൽ അവൻ്റെ സഹനം പങ്കിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളി, 3 ആണിമേൽ മുറിവുകളേറ്റ് ക്ഷതങ്ങളേറ്റ് ഈശോ മരിച്ച ദിവസം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ചുകൊണ്ട് സഹനങ്ങളേറ്റ് ഈശോ ബലിയായി തീർന്ന ദിവസം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിൽ ആർക്കെങ്കിലും വേദനകളോ സഹനങ്ങളോ ഇഷ്ടമുണ്ടോ? ദുഃഖവെള്ളിയാഴ്ച കുരിശ് ചുംബിക്കാൻ നമ്മൾ തിക്കും തിരക്കും കൂട്ടുമെങ്കിലും ജീവിതത്തിൽ കുരിശ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അതിഥിയെ പോലെ സഹനങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മനുഷ്യൻ എങ്ങനെയാണ് സാധാരണ വേദനകളെ അല്ലെങ്കിൽ സഹനത്തെ സ്വീകരിക്കാറുള്ളത്? ചിലർ സ്നേഹം കൊണ്ട് സഹനത്തെ അതിജീവിക്കും. കാരണം സ്നേഹമുള്ളിടത്ത് വേദനയ്ക്ക് ഒരു ഭാരമില്ല. ഉദാഹരണത്തിന്, നമ്മളുടെ അമ്മമാർ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾ ഗർഭം സ്വീകരിക്കുന്ന സമയത്ത് അവൾ കടന്നു പോകുന്നത് വലിയൊരു വേദനയിലൂടെയാണ്, വലിയൊരു സഹനത്തിലൂടെയാണ്. കുറച്ച് മാസങ്ങൾ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്ന ഒരവസ്ഥ, പിന്നെ കുഞ്ഞ് വളരുന്നതനുസരിച്ച് വയറ്റിൽ വലിയ ഭാരം, അതനുസരിച്ച് ജോയിൻ്റ് പെയിൻ. ഇനി പ്രസവവേദന എന്ന് പറയുന്നത് ഈ 20ഓളം അസ്ഥികൾ ഒടിയുന്ന വേദന ഒരുമിച്ച് വരുന്നൊരു വേദനയാണ്. നമുക്ക് പുരുഷന്മാർക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്തുന്ന ആദ്യത്തെ നാളുകൾ ഉറക്കവും എല്ലാം നഷ്ടപ്പെട്ട് ഒരമ്മ കടന്നു പോകുന്ന ഒരു വേദനയുടെ നാളുകളുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ ആരുടെയും അമ്മമാർ പ്രസവവേദനയെക്കുറിച്ചോ ഗർഭകാലത്തുണ്ടായ വേദനയെക്കുറിച്ചോ നമ്മളോട് പരാതി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. കാരണം തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെ പ്രതി ആ വേദന അമ്മ അതിജീവിക്കുന്നു. നമ്മളുടെ അപ്പന്മാർ, നമ്മുടെ പലരുടെയും അപ്പന്മാർ വീടുകളിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. ദൂരദേശങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ അതിരാവിലെ അവർ എഴുന്നേറ്റ് അവർ ജോലിക്ക് പോവുകയാണ്. ചിലപ്പോൾ വൈകി, ചിലപ്പോൾ രാത്രിയൊക്കെയാണ് അവർ തിരിച്ചു വരുന്നത്. അവർക്ക് മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം സമയം പങ്കിടാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി അവർ അധ്വാനിക്കുകയാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ അപ്പന്മാർ അവരുടെ അധ്വാനത്തെക്കുറിച്ച്, ആ വേദനയെക്കുറിച്ച് നമ്മളോട് പരാതി പറയാറില്ല. കാരണം കുടുംബത്തോടുള്ള സ്നേഹം ആ വേദനയെ അതിജീവിക്കാനായിട്ടുള്ള ശക്തിയും കരുത്തും നമ്മുടെ അപ്പന്മാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വേദനകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പ്രസവവേദന അനുഭവിക്കുന്ന അമ്മയ്ക്കും
കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അപ്പനും അവർക്ക് പ്രതീക്ഷകളുണ്ട്. എന്നാൽ പ്രതീക്ഷകളില്ലാത്ത വേദനകളും സഹനങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് സൗഖ്യപ്പെടാത്തൊരു രോഗം വന്നു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾക്കൊരു മാരക രോഗം വന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു. ഇവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷയില്ലാത്ത ഒരുപാട് നിരാശ തരുന്ന സഹനമാണ്. ഇങ്ങനെ വരുമ്പോൾ മനുഷ്യൻ പൊതുവെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറുള്ളത്? ചിലർ വലിയ നിരാശയിലേക്ക് പോകാറുണ്ട്. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. അവർ മനുഷ്യരിൽ നിന്ന് അകന്നു പോയി ഒറ്റയ്ക്ക് ആയി പോകാറുണ്ട്. എനിക്കറിയാവുന്ന ഒരു സഹോദരി ഓർമ്മ വെച്ച കാലം മുതൽ ദേവാലയത്തിൽ അൾത്താര വിരികൾ വിരിക്കുന്ന പുഷ്പാലങ്കാരം നടത്തുന്ന ഒരു ചേച്ചി. പെട്ടെന്ന് ചേച്ചിയുടെ ശരീരം ക്ഷീണിച്ചു തുടങ്ങി. പലപ്പോഴും ക്ഷീണം തോന്നുന്നു. ആശുപത്രിയിൽ പോയി ചെക്കപ്പുകൾ നടത്തി കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ അവസാന സ്റ്റേജാണ്. പക്ഷെ അതൊരിക്കലും ആ ചേച്ചിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് ആ ചേച്ചി പുറത്തുള്ള ഒരാളോടും മിണ്ടാത്ത സ്ഥിതിയായി. അച്ഛന്മാർ ചെന്നിട്ട് പോലും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഇത്രയും നാൾ കർത്താവിൻ്റെ അൾത്താരയിൽ പൂക്കൾ വെച്ച്, കർത്താവിൻ്റെ ബലിപീഠത്തിൽ വിരികൾ വിരിച്ച് ദേവാലയ ശുശ്രൂഷ ചെയ്ത എനിക്ക് എന്തുകൊണ്ട് ഈ സഹനം വന്നു? പ്രതീക്ഷയില്ലാത്ത സഹനത്തിന് മുമ്പിൽ പതറിപ്പോകുന്ന മനുഷ്യൻ. ഇനി ചിലർ സഹനങ്ങൾ വരുമ്പോൾ അവരതിനെ റീസൺ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അവർ ചിന്തിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തും. കഴിഞ്ഞിടയ്ക്ക് ഷുഗർ വന്ന് കാൽപാദം മുറിച്ച് കളഞ്ഞ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഒരു 100 പേരിൽ 1-2 പേർക്ക് ഇങ്ങനെ വിധി വരും വച്ചാൽ എന്തു ചെയ്യാം? എൻ്റെ തലയിലും ദൈവം വരച്ചത് അതായിപ്പോയി, ഇനി സഹിക്കാം. അപ്പോൾ ആ ചേട്ടൻ ഒരു റീസൺ ഉപയോഗിച്ച് ആ സഹനത്തിന് ഒരു ഉത്തരം കണ്ടെത്തി. പക്ഷേ നമ്മൾ ചിന്തിച്ചുത്തരം കണ്ടെത്തിയാലോ, നമ്മൾ നിരാശയിലായാലോ ഒന്നും സഹനത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുകയോ സഹനത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയോ ചെയ്യുന്നില്ല. അപ്പോഴാണ് നമ്മൾ കാൽവരിയിലെ കുരിശിലേക്ക് നോക്കുന്നത്. അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വേദനകൾ ഏറ്റെടുത്ത്, ഒരു പരാതി പോലും പറയാതെ തൻ്റെ ആത്മാവിനെ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സംതൃപ്തിയോടെ മരിക്കുന്ന ഈശോയാണ്. ഈശോയ്ക്ക് ആരാണ് കുരിശ് കൊടുത്തത്? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും യഹൂദന്മാരാണ്, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും റോമ പടയാളികളാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും പീലാത്തോസാണ്. പക്ഷേ ശരിക്കും ഈശോയ്ക്ക് കുരിശ് കൊടുത്തത് പിതാവായ ദൈവമാണ്. ഈശോ ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടം മാത്രമാണ് നിറവേറ്റിയത്. ആ പിതാവ് ഈശോയ്ക്ക് കൊടുത്ത കയ്പുള്ള ഒരു സമ്മാനമായിരുന്നു കുരിശ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുരിശിനെക്കുറിച്ച് ഈശോ സംസാരിച്ചത് പിതാവായ ദൈവത്തോട് മാത്രമാണ്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കിത്തരണമേ. കാരണം ഈശോയ്ക്കറിയാം ഇത് പിതാവ് സ്നേഹത്തോടെ നൽകിയ കയ്പ് നിറഞ്ഞൊരു പാനപാത്രമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ ആ വേദനകൾ എങ്ങനെയാണ് ഏറ്റെടുത്തത്? ഈശോ അത് ഏറ്റെടുത്തത് 2 കാര്യങ്ങൾ വഴിയാണ്. ഒന്ന്, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയും, 2, ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതി. നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സഹനത്തെ സംതൃപ്തിയോടെ ഈശോ ഏറ്റെടുത്തത് ഈ ദൈവസ്നേഹം കൊണ്ടും ദൈവത്തോടുള്ള അനുസരണം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും വേദനകളുമുണ്ട്. എങ്ങനെ നമുക്ക് ഒരു കാര്യം സഹനമാണെന്ന് തിരിച്ചറിയാം? നമ്മൾ വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം ജീവിക്കുന്നു, എന്നിട്ടും നമുക്ക് വേദനകളും സഹനങ്ങളും വരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു നോക്കി, പ്രയത്നിച്ചു നോക്കി, എന്നിട്ടും അത് മാറിപ്പോകുന്നില്ല. അതൊരു മുള്ളുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഹനം. അപ്പോൾ ഈ സഹനത്തെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? സഹനത്തോട് എതിർത്ത് നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. സഹനത്തെ റീസൺ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് എല്ലാ സഹനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. മറിച്ച്
ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയും ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതിയും സഹനങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് സഹനത്തിന് അർത്ഥം കിട്ടുന്നത്. സഹനത്തിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് നൽകുന്നതാണ് സഹനങ്ങളെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നന്മയാണ്. ദുഃഖവെള്ളിയെക്കുറിച്ച് ഞാനൊരു സന്ദേശം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈശോയുടെ കുരിശിൻ്റെ ഒരു വശത്ത് ഈശോ തറയ്ക്കപ്പെട്ട് കിടക്കുകയാണ്, പക്ഷേ ആ കുരിശിൻ്റെ മറുവശം ഫ്രീ ആണ്. അവിടെ ഈശോയോട് ചേർന്ന് കുരിശിൽ തറയ്ക്കപ്പെടാനായിട്ടാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നതെന്ന്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്, ഈശോയുടെ കുരിശിൽ നമുക്ക് പങ്കുകാരാകണം. പക്ഷേ നമ്മുടെ വിളി കാൽവരി കുരിശിൻ്റെ ഒരു സൈഡിൽ പോയി ഈശോയോട് ചേർന്ന് സഹിക്കാനുള്ളതല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നത് വേറെ കുരിശുകളാണ്. ചിലപ്പോൾ നമുക്ക് രോഗം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള വേറെ ആർക്കെങ്കിലും മാറാത്ത രോഗം, ചിലപ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രിയപ്പെട്ട ആളുടെ മരണം സംഭവിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വളരെ മോശമായ ഒരു സ്വഭാവ ദൂഷ്യത്തിന് അടിമയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ തന്നെ ചില നെഗറ്റീവ്സ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ദൈവം എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു പരാതി നമുക്കുണ്ടാകാം. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അംഗീകരിക്കാത്ത, നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഓരോന്നിനും പറയുന്ന പേരാണ് കുരിശ് എന്ന് പറയുന്നത്. ആ കുരിശുകൾ ദൈവസ്നേഹത്തെ പ്രതിയും ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതിയും സ്വീകരിക്കാനായിട്ട്, കർത്താവെ ഞാൻ അതുകൊണ്ട് ജീവിക്കാനായിട്ട്, അതും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് തയ്യാറാണ് എന്ന് പറയുമ്പോഴാണ് നമ്മളുടെ കുരിശിലെ ഈശോയോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത്. അതിനാൽ കാൽവരി നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മളെ ഈശോ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കുരിശുകൾ ഏറ്റെടുക്കാനും പരാതി കൂടാതെ അത് ചുമന്നുകൊണ്ട് ജീവിക്കാനുമായിട്ട് സഹായിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.